എന്റെ എല്ലാ കൂട്ടുകാരും വോട്ട് ചെയ്യാനൊക്കെ പോയാ. ഞാൻ ദേ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോയി. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ട്ടാ. ലേഡീസിന്റെ വരിയിൽ അധികം തിരക്കുണ്ടായില്ല. പക്ഷെ ഏട്ടനും അച്ഛനും നിന്ന വരിയില് ഇത്തിരി തിരക്കുണ്ടായിരുന്നു ട്ടാ. അപ്പൊ ദേ അവര് വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ദേ ഇറങ്ങി. അമ്മ ഞങ്ങളുടെ കൂടെ വന്നില്ല ട്ടാ. അമ്മ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് പതുക്കെ വന്നോളാന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം ഞങ്ങള് മൂന്നാളും കൂടെ വന്ന് ദേ വോട്ട് ചെയ്തു. നമ്മള് രാവിലെ തന്നെ ആ ജോലി അങ്ങോട്ട് കഴിച്ചു വെച്ചു ട്ടാ. ഇനി നമുക്ക് തെക്കുംപാടം പോണം. നമ്മൾ അവിടെ ചെന്നിട്ട് വേണം അമ്മയ്ക്കും അച്ഛനും വോട്ട് ചെയ്യാൻ പോവാനായിട്ട്. അപ്പൊ ഞങ്ങൾ ദേ അവിടെ ചെന്ന് അമ്മയും അച്ഛനും വോട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടേ? നൂലപ്പം ചിക്കൻ സ്റ്റൂ. അത് മതിയാ? ഉം. എന്നാ ഈ ചെടി നനയ്ക്കാൻ അമ്മ ഉണ്ടാക്കാം. ഉം. പാറുക്കുട്ടി കുറച്ച് ദിവസമായിട്ട് അമ്മമ്മേടെ അടുത്താണ് കേട്ടോ നിൽക്കുന്നത്. സ്കൂളൊക്കെ അടച്ചേക്കല്ലേ. അപ്പൊ നമുക്ക് അവൾക്ക് സ്റ്റൂ ഉണ്ടാക്കി കൊടുക്കണം. ചിക്കൻ സ്റ്റൂ. അതിനിടെ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, കറുകപ്പട്ട ഇതൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് സവോള ഇട്ട് കൊടുത്ത് വഴറ്റി. സവോള ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും തേങ്ങാപ്പാലിന്റെ 2 പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ചു വെച്ച് ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് വേവണ വരെ നന്നായിട്ടൊന്ന് കുറുകി വരണ വരെ വേവിച്ചെടുക്കുക. അതൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിലിട്ട് കുറച്ച് കിഴങ്ങ് ഉടച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് ഇളക്കിയിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. 1 പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് താളിപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി വഴറ്റിയെടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറി ഒരു 5-10 മിനിറ്റോ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് അവൾക്ക് നൂലപ്പം ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ആരും കാണരുത് കേട്ടോ. നമ്മുടെ ഒരു ഫോളോവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി പൊൻഗദറിന്റെ ഒരു ഇടിയപ്പ പൊടി ഇറങ്ങിയിട്ടുണ്ട്, പച്ചവെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാന്നാണ് അതിൽ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ഒരു വീഡിയോ ഒന്ന് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ നമ്മൾ ഇടിയപ്പപ്പൊടി മേടിച്ച് പച്ചവെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുഴച്ചത്. ഉപ്പും കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കുഴച്ച് സാധാ ഇടിയപ്പം ഉണ്ടാക്കണ പോലെ അതേ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നൂലപ്പം ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയാണ്. ഞാൻ നേരത്തെ നല്ല പെടയല്ലേ? നൂലപ്പം ചിക്കൻ സ്റ്റൂ അമ്മ കഴിച്ചോ? മോള് കഴിച്ചോ? അമ്മമ്മക്ക് വേണ്ട. മോള് കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മമ്മ കഴിച്ചോളാം. അമ്മമ്മ ചിക്കൻ കഴിക്കില്ലല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചോ?